പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ വർഷം ഏപ്രിൽ 20 ആയിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചത്. യേശു മരിച്ചു, യേശു ഉയർത്തു. ഉത്ഥിതനായ ക്രിസ്തു 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഈ വർഷത്തെ സഭയുടെ കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ 20 മുതൽ ഇന്നലെ വരെയാണ് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച ദിവസങ്ങൾ. സഭയുടെ കലണ്ടർ അനുസരിച്ച് ഇന്നലെയാണ് ഉത്ഥാന തിരുനാൾ. യേശു സ്വർഗാരോഹണം ചെയ്തു. 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു. ആ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്നുള്ള വാഗ്ദാനം അല്ലെ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ഈ വർഷത്തെ സഭയുടെ കലണ്ടർ അനുസരിച്ച് ഇന്നലെ മുതൽ അടുത്ത 8 തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ നൊവേന 9 ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസത്തിൽ ഇവിടെ ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന അവസരവും നന്മയും കൃപയും ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ചുകൊണ്ട് ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വാഗ്ദാനമായ ആത്മശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന് അപ്പോസ്തലന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകമായി കടന്നു വന്ന് അവരെ നിറച്ചതുപോലെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ടെങ്കിൽ ആ നിർവീര്യമായ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഒരു പുതുജീവിതത്തിലേക്ക് നയിക്കുകയും കൃപകളാലും വരങ്ങളാലും ഫലങ്ങളാലും നമ്മളെ നിറയ്ക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ സ്വർഗീയമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ലഭിച്ച സ്വർഗീയമായ ആനന്ദം ഇന്ന് നമുക്കും ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങട്ടെ, പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരങ്ങളടിച്ചുകൊണ്ട് ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ഒരു അഭിഷേകത്തിന് പകർച്ച സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നുവാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നുവാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിരുന്നു പറഞ്ഞ നീർച്ചാൽ, പ്രവാചകൻ ദൈവദൂതൻ ആ നീർച്ചാലിലൂടെ നയിച്ചു പോകുന്ന സമയത്ത് 1000 മുഴം മുന്നോട്ട് പോയപ്പോൾ ആദ്യം കണങ്കാലോളം മാത്രമാണ് ജീവജലമുണ്ടായിരുന്നത്. 1000 അടിയൂടെ മുന്നോട്ട് പോയപ്പോൾ അത് മുട്ടോളമായി ഉയർന്നു. വീണ്ടും 1000 മുഴം മുന്നോട്ട് പോയപ്പോൾ അരയോളമായി ഉയർന്നു. വീണ്ടും 1000 മുഴം മുന്നോട്ട് പോയ സമയത്ത് നീന്തിയാൽ മാത്രം കടക്കുന്ന വലിയൊരു ജീവനദിയായി മാറി. ഇന്ന് ഈ ദേവാലയം, ഈ പ്രാർത്ഥനാ കൂടാരം ഒരു ജീവനദി ഒഴുകുന്ന നദിയുടെ കുത്തൊഴുക്കായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി
അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ അഗ്നിജ്വാല പോലെ നിറഞ്ഞി വാ കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ പെയ്തിറങ്ങി വാ തീയെ 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 പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം 120 ശിഷ്യന്മാരെന്ന് പ്രാർത്ഥിച്ച സമയത്ത് പിളർന്ന അഗ്നിനാവുകൾ അവരുടെ ശിരസിന് മുകളിൽ മേൽ വന്ന് നിൽക്കുകയും അവരായിരിക്കുന്ന ഭവനത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുകയും ആ കൊടുങ്കാറ്റ് അവിടെ തങ്ങി നിൽക്കുകയും അവരെല്ലാം അന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ ഇന്ന് ഈ നിമിഷം ഓവറിപ്പെട്ട പരിശുദ്ധാത്മാവെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീകങ്ങളിലൂടെ അദൃശ്യമായ പരിശുദ്ധാത്മാവിന്റെ ദൃശ്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ആളുകൾക്ക് വ്യക്തിപരമായ ഒരു അനുഭവമായി ഇന്ന് ഈ സമയം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുന്ന സമയത്ത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് തിരുവചനം പറയുന്നെങ്കിൽ ഇന്ന് തുറന്ന കാതുകളുമായി കേൾക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ തിരുവചനം പാറയെ പിളർക്കുന്ന കൂടം പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അഗ്നിയായി കടന്നു വന്നു. ഓ, ഈ ദൈവജനത്തെ മാറ്റിമറിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ കുറിച്ചൊരു ദർശനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുക്തിചിന്ത, മാനുഷികമായ അറിവുകള് ഭൗതികമായ ചിന്തകളിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് ദൈവികമായ ജ്ഞാനത്താലും വിവേകത്താലും ദൈവജനത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം അവരുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ സമൂഹ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവമേ ഇന്ന് തങ്കലിപികളിൽ എഴുതി വെക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ, കൃപകളാൽ, ഫലങ്ങളാൽ നിറയപ്പെടുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകത്തിനായി ഞങ്ങൾ യാചിക്കുന്നപ്പ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണെങ്കിൽ, അവൻ മാറ്റമില്ലാത്ത ദൈവമാണെങ്കിൽ, ആ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി ഇപ്പോൾ അനുഭവവേദിയെ മാറട്ടെ എന്ന് കൽപ്പിക്കുന്നപ്പ. അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ദൈവവചനത്തെ സ്ഥിരീകരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവമേ നന്ദി. പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം തരുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നപ്പ.
ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു ആത്മീയ ആനന്ദം ഞങ്ങളിലേക്ക് തന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സമയത്ത് അവർ ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ ദൈവജനം ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യന്റെ ഭാഷയിലല്ല പ്രാർത്ഥിക്കുന്നത്. അവൻ ദൈവദൂതന്മാരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. അവൻ ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ഓ കർത്താവേ, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും പാടുവാനും ആരാധിക്കുവാനുള്ള കൃപ ദൈവജനത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അന്യഭാഷകൾ മനസ്സിലാവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാത്ത ഭാഷകൾ സംസാരിക്കുവാനും അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കൃപ നൽകണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ബാബേൽ ഗോപുര നിർമ്മാണത്തിനിടയിൽ ഭാഷകളെ ഭിന്നിപ്പിച്ച ദൈവം ഇന്ന് ഭാഷകളെ ഏകോപിപ്പിക്കുന്ന ദിനമായി മാറ്റട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. വിവിധങ്ങളായ ഭാഷകൾ പഠിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭാഷകളെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഭാഷകളെ കീഴടക്കുവാനും ആധികാരികമായി സംസാരിക്കാനുള്ള കൽപ്പന നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പത്രോസ് പ്രാർത്ഥിച്ച സമയത്ത് ഭാഷാപരത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇറങ്ങി വന്ന് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിന് അറിയാവുന്ന അറമായ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് കാന്താങ്ങളുടെ ഭാഷകളിൽ അത് മനസ്സിലാക്കുവാൻ അന്ന് സാധിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അജ്ഞാതമായ ഇന്ന് വരെ കേൾക്കാത്ത ഭാഷകൾ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുവാനും അത് വ്യാഖ്യാനിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നമുക്കിരിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 5 മുതലുള്ള 12 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ ടെക്സ്റ്റ് മുഴുവൻ വായിക്കാം. മിക്കവാറും ആളുകൾ ബൈബിൾ ഇല്ലാതെ വന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇത് നമുക്ക് കേൾക്കാം. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് വന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരുവാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്ന ഏവർക്കും എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? ആമേൻ. എല്ലാവരും ഓർക്കെ പറഞ്ഞേ ആമേൻ. വലതുകൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള തിരുവചനമാണിത്. 11-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് തങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യേശു അവരെ പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം 5-ാമത്തെ വാക്യം തുടങ്ങുന്നതിന് മുൻപ് നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? പ്രാർത്ഥനയുടെ ശക്തി. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, കരങ്ങളെ വീശിക്കൊണ്ട് പറഞ്ഞേ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ യേശു ഒരു
ഉപമ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന പോലെ ഒരു സംഭവം പറയുന്നു. ആ സംഭവം ഇങ്ങനെയാണ്: ഒരു സ്നേഹിതൻ്റെ അടുത്തേക്ക് മറ്റൊരു സ്നേഹിതൻ രാത്രി കടന്നു വരുന്നു. ഈ കടന്നു വന്ന സ്നേഹിതൻ ഭവനത്തിലായിരിക്കുന്ന സ്നേഹിതനോട് പറയുന്നു, എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാനായിട്ട് എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് 3 അപ്പം വായ്പ തരിക. എന്താ ചോദിച്ചേ? 3 അപ്പം വെറുതെ അല്ല ചോദിച്ചത്, വായ്പ തരിക. വായ്പ തരിക, വായ്പ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തിരികെ തരാം എന്ന് പറയുന്നു. എന്നാൽ ഈ സ്നേഹിതൻ പറയുന്നു, രാത്രിയായി, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്, അതുകൊണ്ട് എഴുന്നേറ്റ് വന്ന് നിനക്ക് തരുവാൻ എനിക്ക് സാധിക്കില്ല. 3 അപ്പമാണ് ചോദിച്ചത്. ഈ അപ്പം ഈ സ്നേഹിതൻ്റെ കയ്യിലുണ്ട്, പക്ഷെ കൊടുക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ പറയുന്നു. രാത്രിയായി, കതകടച്ചു, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്, ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും, അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വന്ന് ഈ അപ്പം തരുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഈ സാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും കടന്നു വന്ന സ്നേഹിതൻ വീണ്ടും 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 നിർബന്ധിക്കുന്നു. വചനം പറയുന്നു, നിർബന്ധം നിമിത്തം. എന്ത് നിമിത്തം? നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് വന്ന് ഈ അപ്പം കൊടുത്തു. ഇഷ്ടമുണ്ടായിട്ടല്ല കൊടുത്തത്, നിർബന്ധം മൂലം കൊടുത്തു. ഈ നിർബന്ധം മൂലം കൊടുത്തതിന് ശേഷം പിന്നീട് പറയാണ്, യേശു പറയാണ്, അന്വേഷിക്കുവിൻ കണ്ടെത്തും. ഉറക്കെ പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹിതൻ്റെ അടുത്ത് പോയിട്ട് അപ്പം ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധ നിമിത്തം കൂടുതൽ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ ഈ ചോദിച്ച 3 അപ്പം കൊടുത്തു. ആ കൊടുത്തതിന് ശേഷം യേശു പഠിപ്പിക്കുകയാണ്, എന്താണ്? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. മലയാളത്തിലെ പരിഭാഷ ഇങ്ങനെയാണെങ്കിലും ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള പരിഭാഷ വരുന്ന സമയത്ത് ഇങ്ങനെയാണ്: അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, നിങ്ങൾ കണ്ടെത്തും, മുട്ടിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിച്ചു കൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പരിഭാഷ നിൽക്കുന്നത്. ഒറ്റമുട്ടിൽ അവസാനിപ്പിക്കരുത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? തരില്ല എന്ന് പറയുന്നു, തരാതിരിക്കാൻ 3 കാരണങ്ങൾ പറയുന്നു. എന്നാൽ നിർബന്ധം മൂലം എഴുന്നേറ്റ് വന്ന് ചോദിച്ച അപ്പം എടുത്ത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യം പിന്നെ പറയാണ്. ആ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരെങ്കിലും മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എന്താ പറഞ്ഞേ? മീൻ ചോദിച്ചാൽ, മുട്ട ചോദിച്ചാൽ, അപ്പം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള സാധനം ആരെങ്കിലും കൊടുക്കുമോ? മീൻ ചോദിച്ച ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ച ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ച ആരെങ്കിലും കല്ല് കൊടുക്കുമോ? ചെയ്യത്തില്ല. ഇത് കഴിഞ്ഞിട്ട് തുടർന്ന് വചനം പറയാണ്, ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുമെങ്കിൽ. എന്താ പറഞ്ഞേ? ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന് യേശു പറയുന്നു. എന്ത് നൽകില്ലെന്ന്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തിയിൽ തുടങ്ങി അവസാനം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവിനോട് മുട്ടയാണോ ചോദിക്കേണ്ടത്? മീനാണോ ചോദിക്കേണ്ടത്? അപ്പമാണോ ചോദിക്കേണ്ടത്? എന്താ ചോദിക്കേണ്ടത്? എന്തിനാ ചോദിക്കേണ്ടത്? അടുത്തിരിക്കുന്ന കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഇന്ന് ചോദിക്കണമെന്ന് പറഞ്ഞേ. ഇന്ന് എന്താ ചോദിക്കണ്ടേ?
ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു. മീനിനെ കുറിച്ച് പറയുന്നു, മുട്ടയെ കുറിച്ച് പറയുന്നു, അപ്പത്തിനെ കുറിച്ച് പറയുന്നു, പാമ്പിനെ കുറിച്ച് പറയുന്നു, തേളിനെ കുറിച്ച് പറയുന്നു, കല്ലിനെ കുറിച്ച് പറയുന്നു, മുട്ടുന്നതിനെ കുറിച്ച് പറയുന്നു, തുറന്നു കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നു, അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടൊരു ഒറ്റ കാര്യം പറയണതാണ്, പ്രാർത്ഥനയുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. തിരുവചനം പറഞ്ഞു, എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, യേശു ഉത്ഥാനം ചെയ്ത അസെൻഷൻ ഡേ ഇന്നലെയായിരുന്നു, 40ാമത്തെ ദിവസം. തുടർന്ന് വരുന്ന 10 ദിവസങ്ങൾ, അതായത് ഇന്നലെ മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് അന്ന് 2000 വർഷം മുൻപ് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ഇരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചത്. ഇന്നും എല്ലാ വർഷവും സഭയിൽ ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ 10 ദിവസങ്ങളിൽ കാത്തിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആളുകളുണ്ടെന്ന് കൈയുയർത്തി കാണിച്ച്. കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എനിക്കിത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയാണ്. ഏകദേശം 1000-ഓളം ആളുകളുള്ളതിൽ 3 ആളുകളാണ് കാത്തിരുന്ന് പ്രാർത്ഥിച്ചത്. ഈ ദിവസങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ. ഈ വരുന്ന ഇന്ന് മുതൽ അടുത്ത 8-ാം തീയതി ഞായറാഴ്ച വരെ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ഏതെങ്കിലും വർഷം ചൊല്ലിയിട്ടുള്ള ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നേറ്റ് നിന്നേ, നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ഏതെങ്കിലും വർഷം ചൊല്ലിയിട്ടുള്ള ആളുകൾ 1000-ഓളം ആളുകളിൽ 5 പേരുണ്ട്. ഇരിക്കുക. നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുക. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 രൂപ കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ നൊവേന പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടും. ഇന്ന് മുതൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ അടുത്ത 6, 7, 8, 9 ദിവസങ്ങളിൽ, ഈ വരുന്ന 6, 7, 8 ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ബെന്യച്ചൻ ഇവിടെ പ്രത്യേകമായിട്ട് താമസിച്ചുള്ളൊരു ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഇതുവരെ ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ, ഈ പറയുന്ന കൃപകൾ, വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എന്താണെന്ന് ഇതേവരെ വ്യക്തിപരമായി അനുഭവിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അവിടെ ഓഫീസിൽ പോയിട്ട് പേര് കൊടുക്കുക. നിങ്ങൾക്ക് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടി ഇവിടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനിക്കാൻ വേണ്ടി പേര് കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും പേര് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ ഈ അഭിഷേകം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾ ഇതുവരെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനൊന്ന് പരിശ്രമിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു തൻ്റെ മരണത്തെക്കുറിച്ചും സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ആ ശിഷ്യന്മാരോട് പറയുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ വളരെ ദുഃഖിതരായി മാറുന്നു. ആ ദുഃഖിതരായി മാറുന്ന സമയത്ത് യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ചേർന്ന് പറഞ്ഞേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ചേർന്ന് പറഞ്ഞേ, വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നു. പിതാവിൻ്റെ അടുത്ത് പോയി ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ആ വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം യേശു തിരികെ വരുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കുന്നു. ഇത് കേട്ട സമയത്ത് ശിഷ്യന്മാർക്കിത് മനസ്സിലായില്ല. നിങ്ങൾക്കിത് മനസ്സിലായോ? മനസ്സിലായ ആളുകൾ മാത്രം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. ഓക്കെ. ഇത് മനസ്സിലാവാത്തതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഉറക്കെ പറഞ്ഞേ, നിങ്ങളുടെ ദുഃഖം, അടുത്തിരിക്കുന്ന കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഒന്നും കൂടെ പറഞ്ഞേ, ഇടതും വലത്തിരിക്കുന്ന ആളുടെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ശിഷ്യന്മാരുടെ മുഖം മ്ലാനവധരായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ പിതാവിനോട് ആവശ്യപ്പെടുകയും പിതാവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക്
അയക്കുകയും ചെയ്യും. ആരെ അയക്കും? ആരെ അയക്കും? വലതുവരത്തി പറഞ്ഞേ, സഹായകനായ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം അയക്കും. ഒന്നും കൂടെ പറഞ്ഞേ, പിതാവായ ദൈവം അയക്കും. ഈ വാഗ്ദാനം, ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന പിതാവിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യേശു മരിച്ചതിന് ശേഷം ഉള്ള സംഭവങ്ങൾ വിവരിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഉറക്കെ പറഞ്ഞേ, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഇത് യേശുവിൻ്റെ ഒരു കൽപ്പനയാണ്, കാത്തിരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 6, 7, 8, 9 ദിവസങ്ങളിൽ താമസിച്ചുള്ളൊരു ധ്യാനമുണ്ട്. കാത്തിരുന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് അങ്ങനെ പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തു തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, സമൂഹമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് യേശു കൽപ്പിക്കുന്നു. ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിൽ 14, 15 വാക്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ വലിയൊരു നിധി മറഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. ആ ഏക മനസ്സോട് പ്രാർത്ഥിച്ച സമയത്ത് പറയുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ മറ്റു സഹോദരരോടൊപ്പം പ്രാർത്ഥിച്ചു. തുടർന്നുള്ള വാക്യത്തിൽ പറയാണ്, അന്നൊരു ദിവസം 120ഓളം പേർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു നിർദ്ദേശിച്ചതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 120ഓളം ആളുകൾ അവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ 120ഓളം പേര് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ ആത്മീയ രഹസ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഉത്തിതനായ യേശു ആദ്യം മഗ്ദല മറിയത്തിനും മറ്റൊരു സഹോദരിക്കുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് പത്രോസിനും 3 ശിഷ്യന്മാർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് 7 ശിഷ്യന്മാർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് തോമസ് ഒഴികെയുള്ള 10 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് തോമസ് ഉൾപ്പെടെയുള്ള 11 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് ഒലിവ് മലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഒലിവ് മലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്തത് 500ഓളം പേർ കണ്ടു. എത്ര പേർ കണ്ടു? ഉറക്കെ പറഞ്ഞേ. എന്നാൽ ഈ 500 പേരോടും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. എന്തിനു വേണ്ടി കാത്തിരിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് 500ഓളം ആളുകൾ കേൾക്കുന്നു. അവരൊക്കെ യേശുവിനെ സ്നേഹിച്ച ശിഷ്യന്മാർ തന്നെയാണ്, അപ്പോസ്തലന്മാരല്ല. ഇന്ന് യേശുവിൻ്റെ ശിഷ്യവൃന്ദത്തിലുണ്ടായിരുന്ന 500ഓളം ആളുകൾ യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ടു. ആ പോകുന്നതിന് മുമ്പ് യേശു പറയുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ 500ഓളം ആളുകളോട് ഈ കൽപ്പന കൊടുത്തിട്ട് 120 പേര് മാത്രമാണ് ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളിൽ പറയുന്നത്. എത്ര പേരാ കേട്ടത്? എത്ര പേരാ കേട്ടത്? എത്ര പേരാ കണ്ടത്? എത്ര പേരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്? അപ്പോൾ 380 ആളുകൾക്ക്, 500 - 120, 380 ആളുകൾക്ക് എന്ത് സംഭവിച്ചു?
ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, ഈ 500 ആളുകളിൽ 380 ആളുകൾ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. 120 പേര് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം മാർക്കോസിൻ്റെ മാളിക മുകളിൽ യേശു തൻ്റെ അന്ത്യ അത്താഴം അല്ലെങ്കിൽ അവസാനത്തെ പെസഹ ആചരിച്ച മാർക്കോസിൻ്റെ മാളിക മുകളിൽ പോയിരുന്ന് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. 350 ആളുകൾ ജെറുസലേം ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. 120 ആള് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച മാർക്കോസിൻ്റെ മാളിക മുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്താണ് അതിശയം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യം ഇതാണ്: ഈ 120 പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ 120 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരേ ഒരാളുടെ പേര് മാത്രമാണ് ബൈബിൾ പറയുന്നത്. 120 പേരിൽ ഒരാളുടെ പേര്. ആരുടെ പേരാ പറഞ്ഞത്? ആരുടെ പേരാ വായിച്ചത്? ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചു. ആരോടൊപ്പം പ്രാർത്ഥിച്ചു? എത്ര പേര് പ്രാർത്ഥിച്ചു? ആ 120 പേരിൽ 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. യേശു തിരഞ്ഞെടുത്തയച്ച 72 പേരുണ്ടായിരുന്നു. യേശുവിനെ അനുഗമിച്ച 36ഓളം സഹോദരിമാർ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം 120 ആളുകൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവരുടെ ഒരു പശ്ചാത്തലം അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പുതുമയും അതിശയം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജെറുസലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ മാത്രം കയറി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് പുരുഷന്മാർ കയറിന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷന്മാർ നിൽക്കുന്നതിൻ്റെ 20 അടി മാറിയാണ് സ്ത്രീകൾക്ക് നിൽക്കുവാൻ അവകാശമുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കുവാനായിട്ട് അനുവാദമില്ല, ശിരസ് മൂടാതെ പ്രാർത്ഥനാലയത്തിൽ കടക്കാൻ പറ്റില്ല എന്നീ നിബന്ധനകൾ ഉണ്ടായിരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വിമുഖത കാണിച്ച ആളുകളാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയത്. മോശയുടെ കൽപ്പനമനുസരിച്ച് പുരുഷൻ ലേവി ഗോത്രത്തിൽ ജനിച്ച പുരോഹിത ശുശ്രൂഷകനും പൗരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത്. ഒരു സ്ത്രീക്ക് ഒരിക്കലും അതിന് അനുവാദമില്ല. അതുകൊണ്ട് 380 ആളുകൾ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. 120 ആള് അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, മലാക്കി പ്രവചന പുസ്തകം വായിച്ചതിന് ശേഷം തുടർന്ന് വരുന്ന 600 വർഷക്കാലം പ്രവചനങ്ങളില്ല, പ്രവാചകരില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്കും കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ വായിക്കുന്നു, ഈ 600 വർഷങ്ങൾക്ക് ശേഷം ഇരുണ്ട യുഗം, പ്രവചനങ്ങളില്ലാത്ത കാലഘട്ടം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരിലേക്കും കടന്നു വന്ന് അരുളപ്പാടുകൾ കൊടുക്കാത്ത സമയം. ആ സമയത്ത് മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്ന സമയത്തും വിശുദ്ധ ലൂക്കാ സുവിശേഷം തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ വന്ന് ആവസിക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ ദൈവികമായ അരുളപ്പാട് മറിയത്തോട് പറയുന്നു. മറിയം അതിന് പ്രത്യുത്തരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വന്ന് ആവസിക്കുന്നു. അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മലാക്കി പ്രവചനങ്ങൾക്ക് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ടൊരു വ്യക്തിയിൽ കടന്നു വന്ന് ആവസിക്കുന്നത് മറിയത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകും എന്ന് അറിയുന്ന ഏക വ്യക്തി ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയമായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്ന് അറിയാവുന്ന വ്യക്തിത്വം യേശുവിൻ്റെ അമ്മയായ മറിയം മാത്രമായിരുന്നു. 2, മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും വചനം മാംസമായി മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാവുകയും ചെയ്തതിന് ശേഷം എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത്
തൻ്റെ അമ്മയുടെ സഹോദരിയായ എൽസബത്തിനെ കാണുവാനായിട്ട് ഗർഭിണിയായ മറിയം തിടുക്കത്തിൽ പോയി എന്നാണ് വചനം പറയുന്നത്. മലമ്പ്രദേശങ്ങളിലൂടെ തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത്. എൽസബത്തിനെ കാണുകയും ആ കാണുന്ന സമയത്ത് മറിയം എൽസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൽസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. എൽസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും സ്വീകരിച്ച പരിശുദ്ധാത്മാവിനൂടെ സ്വരത്തിലൂടെ വചനത്തിലൂടെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയും കഴിവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു യേശുവിൻ്റെ അമ്മയായ മറിയം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലായിരുന്നത് കൊണ്ട് 120ഓളം ആളുകൾ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം 380 ആളുകൾ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ അന്ന് തന്നെ ഒരു പിളർപ്പ് സംഭവിക്കുന്നു. ആ പിളർപ്പ് സംഭവിക്കുകയും കാത്തിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ 10ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് എവിടെ കടന്നു വന്നെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന 120 ശിഷ്യന്മാരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അഭിഷേകം പ്രാപിച്ചു. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ച 380 ആളുകൾക്ക് അഭിഷേകം ലഭിച്ചില്ല. മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ച 120 ആളുകൾക്ക് ഈ അഭിഷേകം ലഭിച്ചു. ആ അഭിഷേകം ലഭിച്ചെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് മനസ്സിലാക്കണം? ഇന്ന് യേശുവിൻ്റെ അനുഗാമികൾ, യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന, യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഭകളുണ്ട്. കത്തോലിക്ക സഭയല്ലാത്ത സഭകളിൽപ്പെട്ട ആളുകൾ പലരും അവകാശപ്പെടാറുണ്ട് അവരുടെ സഭയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളത്, അവരുടെ സഭയിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, അവരുടെ സഭയിലാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്, അവരുടെ സഭയിലാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളതെന്ന് കത്തോലിക്ക സഭയിൽ പെടാത്ത സഭയിൽപ്പെട്ട ആളുകൾ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചവരിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും വരവും ഫലങ്ങളും ദാനങ്ങളും ലഭിക്കുകയും ചെയ്തത്. ഭാഷാപരത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ദൈവത്തോട് കൂടെ ആയിരിക്കുകയും വിവിധ ഭാഷകളിലുള്ള ആളുകളോട് സംസാരിക്കുകയും ചെയ്തത് ഈ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച 120 പേരായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, മറിയത്തിൻ്റെ ആത്മീയ നേതൃത്വം സ്വീകരിക്കുന്നവർക്ക് ദൈവം ഈ കാലഘട്ടങ്ങളിലും അഭിഷേകം നൽകുന്നു, കൃപകൾ നൽകുന്നു, വരങ്ങൾ നൽകുന്നു, ഫലങ്ങൾ നൽകുന്നു, ദാനങ്ങൾ നൽകുന്നു. അപ്പോൾ അപ്പുറത്തെ ആളുകളെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? കത്തോലിക്കരല്ലാത്ത വിവിധ സഭകളിൽ പെട്ട ആളുകളെക്കുറിച്ച് മറിയത്തെ അംഗീകരിക്കുവാനോ ബഹുമാനിക്കുവാനോ ചെയ്യുകയില്ല. പകരം പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് അഭിഷേകമാണുള്ളത്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കത്തോലിക്ക സഭയിലാണ് യഥാർത്ഥത്തിലുള്ള അഭിഷേകം, മറ്റ് സഭകളിൽ വ്യാജമായ അഭിഷേകമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള അഭിഷേകമല്ല, അത് വ്യാജമായ അഭിഷേകമാണ്. ബിസിനസ് ഭാഷകളിൽ പറയുന്നൊരു സാധനമുണ്ട്, എവിടെയെല്ലാം ഒറിജിനലായിട്ടുള്ള സാധനം നന്നായി വിറ്റഴിക്കപ്പെടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിലാണ് ഒറിജിനൽ അഭിഷേകം. അപ്പുറത്ത് സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നവരിൽ അവർ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേകമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. യഥാർത്ഥമായ അഭിഷേകം യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് അന്ന് വന്നെങ്കിൽ ഇന്നും അത് സംഭവിക്കും. ഈ അഭിഷേകം വന്നതിനെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്,
പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടി ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം അവർ കേൾക്കുന്നു. ആ കൊടുങ്കാറ്റ് വീശുകയും ആ കൊടുങ്കാറ്റ് അവരായിരുന്ന ഭവനത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്, കാറ്റ് വീശുന്നു, മരങ്ങൾ വീഴുന്നു, മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നു കൊടുങ്കാറ്റ് വീശുന്നു. ആ വീശിയ കാറ്റ് ഇവരായിരുന്ന മുറിയിൽ ചുറ്റി നിൽക്കുന്നു. കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദെമോസ് യേശുവിനെ വന്ന് കണ്ട സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ലെന്ന്. കാറ്റെവിടെ നിന്ന് വരുന്നു, കാറ്റെവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. കാരണം കാറ്റ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൃശ്യമല്ല. എന്നാൽ ഇലകൾ അനങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വസ്തുക്കൾ പറന്നു പോകുന്ന സമയത്തോ നമ്മൾ മനസ്സിലാക്കുന്നു കാറ്റ് വീശുന്നു എന്ന്. കാറ്റെവിടെ നിന്ന് വരുന്നു, കാറ്റെവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സംഭവിക്കുന്നത്. കൂടിയിരുന്ന ആളുകളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അറിവില്ലാത്ത ആളുകളുണ്ടായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുണ്ടായിരുന്നു, മുക്കുവന്മാരുണ്ടായിരുന്നു, ആശാരിപ്പണി ചെയ്ത ആളുകളുണ്ടായിരുന്നു, കെട്ടിടം പണി ചെയ്യുന്ന ആളുകൾ. ഇവരെല്ലാം യേശുവിൻ്റെ ശിഷ്യഗണത്തിലുണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല, അവരുടെ കുടുംബ മഹിമ നോക്കിയല്ല, അവരുടെ പാരമ്പര്യം നോക്കിയല്ല കാറ്റ് വീശിയത്. അവരെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അന്ന് നിറഞ്ഞു. അന്ന് അങ്ങനെ നിറയപ്പെട്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇരിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു കാറ്റെവിടെ നിന്ന് വരുന്നു, കാറ്റെവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാറ്റ് പോലെ കടന്നു വന്ന് ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്നൊരു പുത്തൻ അഭിഷേകത്താൽ നിറയുമെന്ന് വിശ്വസിക്കുന്നു? അവർ മാത്രം പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഒരു അഭിഷേകം സ്വീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ കാറ്റ് വന്ന് അവരായിരിക്കുന്ന ഭവനത്തിൽ നിറഞ്ഞു നിന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു പിളർന്ന അഗ്നി നാവുകൾ അവരുടെ ശിരസിന് മുകളിൽ മേൽ വന്നു നിന്നു. പിളർന്ന അഗ്നി നാവുകൾ. രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഒന്ന്, അഗ്നി അവരുടെ ശിരസിന് മുകളിൽ വന്ന് നിൽക്കുന്നു. സാധാരണഗതിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് ഊതിക്കഴിഞ്ഞാൽ മെഴുകുതിരി കെട്ടുപോകുന്നു. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ പോലും കത്തിച്ച് ശക്തമായിട്ടൊരു കാറ്റ് വീശിയാൽ ഗ്യാസ് സ്റ്റൗ കെട്ടുപോകുന്നു. അല്ലെങ്കിൽ കാറ്റ് വീശിക്കഴിഞ്ഞാൽ അഗ്നി കെട്ടുപോകും. ഇന്ന് ഈ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നു അവിടെ കാറ്റ് തങ്ങി നിൽക്കുന്നു, എന്നാൽ അഗ്നി കെടാതെ നിൽക്കുന്നു. രണ്ട് വൈരുദ്ധ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അഗ്നി എന്ത് ചെയ്യും? അഗ്നി വന്ന് അത് കത്തുന്ന സമയത്ത് അശുദ്ധിയായിട്ടുള്ള സാധനങ്ങളെ വിശുദ്ധീകരിക്കുന്നു. സ്വർണം പോലും അഗ്നിയിൽ വിശുദ്ധീകരിക്കുന്നു. വെള്ളി പോലുള്ള ഹെവി മെറ്റൽസ് അഗ്നിയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി അവരുടെ ശിരസിൻ്റെ മുകളിൽ മേൽ വന്ന് നിന്നെങ്കിൽ ആ അഗ്നി അവരുടെ ചിന്തയെ, ബുദ്ധിയെ, മനസ്സിനെ, ആലോചനയെ, തോട്ട് പ്രോസസ്, ഇൻ്റലക്ട്, ഇതിനെല്ലാം വിശദീകരിക്കാൻ ഈ അഗ്നിക്ക് കഴിഞ്ഞു. രണ്ട്, ഈ അഗ്നി പിളർന്ന അഗ്നി നാവുകൾ എന്താണ്? ഡിവൈഡഡ് ടങ്സ് ഓഫ് ഫയർ. നാവിൻ്റെ രൂപത്തിലാണ് അഗ്നി വന്ന് നിൽക്കുന്നത്. എന്തിൻ്റെ രൂപത്തിൽ? നാവിൻ്റെ രൂപത്തിൽ. എന്താണ് ഈ നാവിൻ്റെ രൂപത്തിൽ അഗ്നി വരുവാനുള്ള കാരണം? രണ്ട് കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യൻ ചെയ്യുന്ന അധികം പാപങ്ങളും നാവ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചെയ്ത പാപങ്ങളൊന്ന് സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ അറിയാം. ആരെങ്കിലും വെട്ടുകത്തി എടുത്ത് വെട്ടാൻ പോകാനോ കുത്താനോ കൊല്ലാനോ കൊട്ടേഷനോ അടിപിടിക്കൊന്നും പോയ ആളുകൾ ഇതിനകത്ത് കാണില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ചെയ്ത പാപങ്ങൾ മുഴുവൻ നാവ് കൊണ്ടുള്ള പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നാവിൻ്റെ വിശദീകരണം സംഭവിക്കണം. ചേർന്ന് പറഞ്ഞ് എന്തിൻ്റെ വിശദീകരണം സംഭവിക്കണം? നാവിൻ്റെ വിശദീകരണം സംഭവിക്കണം. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അഗ്നി നാവിൻ്റെ രൂപത്തിൽ വന്നു. രണ്ടാമത് നമ്മൾ കാണുന്നു, പഴയ നിയമത്തിൽ നിമ്രോദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ബാബേൽ ഗോപുരം പണിയുന്നു. ആ ബാബേൽ ഗോപുരം പണിയുന്നതിന് മുമ്പ് ദൈവം ആ കാലഘട്ടത്തിൽ ജനത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലെങ്ങും പോയി ചിതറിപ്പാർക്കുക. ചിതറിപ്പാർക്കുവാൻ പറഞ്ഞ സമയത്ത് ജനം
ഇതിനോട് രാജാവ് പറയുന്നു, നിമ്രോദ് രാജാവ് പറയുന്നു, നമ്മളങ്ങനെ ചെതറിപ്പാർക്കേണ്ട, നമുക്കെല്ലാവർക്കും ഒരു സ്ഥലത്ത് താമസിക്കാം. അതുകൊണ്ട് സ്വർഗത്തോളം ഉയരമുള്ള വലിയ ഒരു കെട്ടിടം, ഇന്ന് നമ്മൾ ബുർജ് ഖലീഫ എന്നോ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നോ ഒക്കെ പറയുന്ന അതി വലിയ വേൾഡ് ട്രേഡ് സെൻറ്റർ പോലുള്ള വലിയൊരു കെട്ടിടം പണി നടക്കുന്നു. സ്വർഗത്തോളം ഉയരമുള്ള ബാബേൽ ഗോപുരം. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം അവരുടെ പണി കാണാൻ വന്നു. ആ പണി കാണാൻ വന്നിട്ട് ദൈവം ഒന്നും ചെയ്തില്ല. വളരെ ലളിതമായ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു. ഒരു ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ പല 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 ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ കലഹമായി. ആ കലഹം ഭിന്നതയിലേക്ക് വന്നു. ആ കെട്ടിട പണി നിന്നു പോവുകയും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വിവിധ ദേശങ്ങളിൽ പോയി പാർക്കുകയും ചെയ്തു. നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, നോഹയുടെ മക്കളായ ഷേം, ഹേം, യാഫേത്ത് എന്നിവരുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകളിൽ ഹാമിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി താമസമാക്കി. യാഫേത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും പോയി താമസമാക്കി. ഷേമിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ അറേബ്യൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഗ്രീസ്, ടർക്കി മുതലായ രാജ്യങ്ങളിൽ പോയി താമസമാക്കി. പിന്നീട് നോഹയ്ക്ക് ജനിച്ച, ബൈബിളിൽ പേര് പറയാത്ത 4ാമത്തെ മകൻ, ആ മകൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ മംഗോളിയയിൽ ചെന്ന് താമസമാക്കിയും അവിടെ നിന്ന് അവർ ചൈന, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുകയും ചെയ്തു. ഇന്നും ആന്ത്രപ്പോളജി പഠിക്കുന്ന ആളുകൾ പറയുന്നു, ലോകത്ത് അടിസ്ഥാനപരമായിട്ട് 4 വംശങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വംശങ്ങളിൽപ്പെട്ട ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിപ്പാർത്തു. അന്ന് ദൈവം ചെതറിപ്പാർക്കാൻ പറഞ്ഞപ്പോൾ അനുസരിക്കാതെ ഒരു സ്ഥലത്ത് താമസിച്ചപ്പോൾ ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു. ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചെങ്കിൽ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം എന്താണ് സംഭവിക്കുന്നത്? അഗ്നിരൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ശിരസിന് മുകളിൽ മേൽ വന്ന് നിന്ന സമയത്ത് അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞ് പത്രോസ് ഇറങ്ങി വന്ന് അവിടെ കൂടിയിരുന്ന ജനത്തോട് പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എത്ര ഭാഷ സംസാരിക്കുന്നവർ? ആ 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ കൂടുന്നു. പത്രോസിന് അറിയാവുന്ന ഏക ഭാഷ അറമായ ഭാഷയാണ്. ആ അറമായ ഭാഷയിൽ പത്രോസ് അവരോട് പ്രസംഗിക്കുന്നു. ആ പത്രോസ് അവരോട് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് താന്താങ്ങളുടെ ഭാഷകളിൽ അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ബൈബിൾ വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഫിർജിയ, പാംഫീലിയ, അങ്ങനെ പല 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 സ്ഥലങ്ങളുടെ പേര് പറയുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ അവരവരുടെ താന്താങ്ങളുടെ ഭാഷകളിൽ പ്രസംഗിക്കുന്ന സമയത്ത്, സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് പത്രോസ് തനിക്കറിയാവുന്ന ഭാഷയിൽ പ്രസംഗിച്ചപ്പോൾ ഈ 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കുവാൻ അന്ന് സാധിച്ചു. ഭാഷകളുടെ മേലുള്ള വിജയം, അല്ലെങ്കിൽ നിമ്രോദിൻ്റെ കാലത്ത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ബാബേൽ ഗോപുര നിർമ്മാണ സമയത്ത് ഭാഷകളെ ഭിന്നിപ്പിച്ച ദൈവം പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ഭാഷകളെ യോജിപ്പിക്കുന്ന ദിവസമായി മാറ്റി. മനസ്സിലായവർ മാത്രം കൈയടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ഭാഷാവരത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. വചനം പറയുന്നു, പൗലോസ്ലീഹ എങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 12ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയമായ അഭിവൃദ്ധി വരുത്തുന്നു. 2, ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. 3, ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ മാലാഖമാരുടെ ഭാഷയത്രേ സംസാരിക്കുന്നത്. 4, ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആ ഭാഷാവരത്തിൽ സംസാരിക്കാനുള്ള കൃപ ലഭിക്കുകയും അങ്ങനെ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പൈശാചിക പീഡകളിൽ നിന്ന് വിടുതലും വിമോചനവും ലഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കരങ്ങളെ വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങളെ വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത്
അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. പത്രോസ് ഇറങ്ങി പ്രസംഗിക്കുന്നു. ആ പ്രസംഗം 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് താങ്കളുടെ ഭാഷകളിൽ മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ സംഭവിക്കുന്നു, അവർ ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പത്രോസ് ഒരു ഉപദേശം കൊടുക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവർ സഭയോട് ഒന്നിച്ചു ചേരുകയും സഭയുടെ രൂപീകരണം അന്ന് സംഭവിക്കുകയും ചെയ്യുന്നു. ഈ അഭിഷേകം പ്രാപിച്ച 120 ആളുകളോടൊപ്പം 3000-ഓളം ആളുകൾ കൂടിച്ചേർന്ന് അവർ സമൂഹമായി മാറുകയും അവർ ഒന്നിച്ച് താമസിക്കുകയും അവർ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനും മിഷണറി പ്രവർത്തനത്തിനുമായി ആ 3000-ഓളം ആളുകൾ കടന്നു പോകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന 2 വാക്കുകളാണ് റൂഫസ്. ഈ കിറേനിയക്കാരന് ശിമയോനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. കിറേനിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയെക്കുറിച്ചാണ് കിറേനിയ എന്ന് ബൈബിൾ പറയുന്നത്. ഈ ലിബിയയിൽ നിന്ന് കാർഷിക വൃത്തിക്ക് വേണ്ടി കടന്നു വന്നതാണ് ശിമയോൻ. ആ ശിമയോൻ്റെ 2 മക്കളാണ് റൂഫസും അലക്സാണ്ടറും. അപ്പൻ യേശുവിൻ്റെ കുരിശ് ചുമന്നു. അപ്പനായ ശിമയോൻ യേശുവിനെ കുരിശ് ചുമന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നു അതിൻ്റെ അനുഗ്രഹം ഈ 2 മക്കൾക്കും കിട്ടി. അലക്സാണ്ടർ പിന്നീട് റോമൻ സർക്കാരിൻ്റെ പീലാത്തോസിന് ശേഷം ഈ ജെറുസലേമിലെ തന്നെ ഗവർണറായി ആ ദേശത്ത് വന്നു. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ വലിയ അംഗീകാരത്തോടെ കടന്നു വരുന്നു. അതേസമയം മറ്റൊരു മകനായ റൂഫസ് യേശുവിൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ചേരുകയും പിന്നീട് ബിഷപ്പായി മാറുകയും ചെയ്തു. സഭയുടെ അധ്യക്ഷനായി ഒരു പ്രദേശത്ത് ദമാസ്കസ് മേഖലയിൽ പ്രവർത്തിക്കുവാനും വന്നു. അപ്പൻ കുരിശെടുത്തു, 2 മക്കളും അനുഗ്രഹം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. ഒരാൾക്ക് ആത്മീയമായ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ ഒരാൾക്ക് ഭൗതികമായ അനുഗ്രഹം ലഭിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളിലേക്ക്, നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അനുസരണയില്ലാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറുതലിക്കുന്ന സ്വഭാവമുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തി ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ വിശ്വസിക്കുന്നത് മാത്രം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് അവൻ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റും. അവൻ കുറവുകളെ നിറവുകളാക്കി മാറ്റും. അവൻ ശാപത്തെ അനുഗ്രഹമായി മാറ്റും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ആയി. നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. പെന്തക്കൊസ്ത നാളിൽ പഴയ പാട്ട് പെന്തക്കൊസ്ത നാളിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് എഴുന്നേറ്റെന്ന് കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം. പെന്തക്കൊസ്ത നാളിൽ മുൻമഴ പെയ്ച്ച ദൈവം, അന്ന് അത് മുൻമഴയാണെങ്കിൽ ഇപ്പോൾ ഒരു പിന്മഴ പെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ മഴ ഭൗതികമായ മഴയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആത്മീയമായ അനുഗ്രഹത്തിൻ്റെ ഒരു മഴ ശക്തമായി പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കൊസ്ത തിരുനാൾ ദിവസം സംഭവിച്ചതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, അടയാളങ്ങൾ സംഭവിക്കാൻ, അഭിഷേകം പ്രാപിച്ചവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവർ മിഷണറികളെ മാറുകയും സുവിശേഷം അറിയിച്ചതുപോലെയുള്ള അതേ ആത്മീയ അനുഭവം ഇന്ന് ഇവിടെ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 6, 7, 8, 9 ദിവസങ്ങളിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രാർത്ഥനയും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും അതുവഴി ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കാനും അത് നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും മാറ്റിമറിച്ച് ആത്മീയമായ ഒരു പുതു സൃഷ്ടിയായി മാറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നുണ്ടല്ലോ, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരു പുത്തൻ അഭിഷേകം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കൊസ്ത നാളിൽ സംഭവിച്ച പോലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികൾ പൂക്കുന്ന താഴ്വരയ്ക്ക് മുൻപിൽ പോയി നിന്നുകൊണ്ട്
ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ എന്ന് പറഞ്ഞ സമയത്ത് അസ്ഥികൾ ജീവൻ പ്രാപിച്ച് വലിയൊരു സൈന്യനിര പോലെ ഉയർത്തെഴുന്നേറ്റതുപോലെ ആത്മീയമായ മന്ദീഭവിപ്പും മരവിപ്പും സംഭവിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ഒരു പുതു സൃഷ്ടിയായി മാറട്ടെ. അസ്ഥികൾ ജീവൻ പ്രാപിച്ചതുപോലെ ദൈവജനം ജീവൻ പ്രാപിച്ച് അഭിഷേകമുള്ളവരായി മാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച കർത്താവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുടന്നു വേല ചെയ്തിടാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുമോ. വലിയ സന്തോഷത്തോടെ ആരും കാഴ്ചക്കാരെ നിൽക്കരുത്. കരങ്ങളടിച്ചുകൊണ്ട് അഭിഷേകത്തിന് കുത്തൊഴുക്ക് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്തിടാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആത്മീയമായ മരവിപ്പിൽ നിൽക്കുന്ന ആളുകളിലേക്ക് സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് കൽപ്പിക്കുന്നപ്പാ. സ്വർണത്തെ അഗ്നി വിശദീകരിക്കുന്ന പോലെ സ്വർഗീയമായ അഗ്നി, പിളർന്ന അഗ്നി നാവുകൾ കടന്നു വന്ന് ദൈവജനത്തിന്റെ ശിരസിന് മുകളിൽ മേൽ വന്നു നിന്ന് ജനത്തെ രൂപാന്തരപ്പെടുത്തുകയും ഒരു പുതിയ ശിക്ഷയായി മാറ്റുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുത്തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ട് ജീവനുള്ളവരെ പോലെ ചലിച്ചുകൊണ്ട് നീട്ടിയിട്ടല്ലാതെ കാണപ്പൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തനാളിൽ ഉണ്ടായതുപോലെ ആത്മീയ ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ജീവനദി ഒഴുകിയിറങ്ങിയതുപോലെ അത് കണങ്കാലമല്ല, മുത്തോളമല്ല, അരയോളമല്ല, വലിയൊരു ജീവനദി ഒഴുകട്ടെ. നീന്തിയാൽ മാത്രം കിടക്കുന്ന തരത്തിലുള്ള വലിയ ജീവനദിയായി മാറട്ടെ. ആത്മനദി ഒഴുകട്ടെ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ആ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലും കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തനാളിൽ മഴ പെയ്യിച്ച എല്ലാവരും ചേർന്ന് പാടട്ടെ. പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ജെറുസലേമിൽ സംഭവിച്ചതുപോലെ 2000 വർഷം മുൻപ് യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം ശിഷ്യന്മാരെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ന് കടന്നു വന്നതുപോലെ ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് കൽപ്പിക്കുന്നപ്പാ. പെന്തക്കോസ്തനാളിൽ
മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം. ജീവജലത്തിനരുവിയായി എന്നിൽ കത്തിപ്പടരണമേ. അഗ്നി കത്തിപ്പടരട്ടെ. ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. അഗ്നി ഇറങ്ങി വരട്ടെ. സ്വർഗീയമായ അഗ്നി ഇറങ്ങി വരട്ടെ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ഓരോരുത്തരുടെയും ശിരസിന് മുകളിൽ വന്ന് പതിക്കട്ടെ. കത്തിപ്പടരണമേ. നാവുകളുടെ വിശദീകരണം സംഭവിക്കട്ടെ. എന്നിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ 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 മഴയെല്ലാം കടന്നുപോയി. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. Hallelujah, 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 അതിന് തുറന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇന്നത്തെ നിയോഗ വെളിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.